നമ്മളിന്ന് പറവൂരത്തെ ഗോൾഡൻ ഫാമിലി സലൂണിലും ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിലാണ് നമ്മളിന്ന് പാർലറിലെ ചേച്ചിമാര് ഇതാണ്ട ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നേരം ഇരിക്കാത്ത ആൾ എവിടെ ഇരിക്കണേ നോക്കി ഈ ചെറിയ ചാടിക്കറി നമ്മള് സ്റ്റീം ബാത്തിലേക്ക് കയറിയിട്ടുണ്ട്. മാറി മുടിയൊക്കെ ചെയ്ത് ആ ഹെയർ ഒക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തതേ അമ്മയുടെ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് പുറത്തുനിന്നുള്ള വീഡിയോ എടുക്കണം. അതെ, എന്താണെന്ന് ആലോചിക്കണ്ടോ, ഞങ്ങൾ രണ്ടുപേരുടെ മാത്രമേ ഉള്ളൂ, പുറത്താണ്. അപ്പൊ വേറൊന്നുമല്ല, നമ്മൾ ഇന്നൊരു സ്ഥലത്ത് വന്നേക്കാണ്. അതെ, ആ സ്ഥലത്ത് നമ്മൾ ഒരുപാട് ഒരു വർഷം 1.5 വർഷത്തിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ വന്ന വീഡിയോ ഒന്നും നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ വന്നിട്ടുണ്ട്. നമ്മൾ ലഡാക്കായിരുന്ന സമയത്ത് ചേച്ചി ഇവിടെ വന്ന് ആദ്യത്തെ ഉദ്ഘാടനം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഉദ്ഘാടനത്തിന് പങ്കെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്നത്. അപ്പൊ എവിടെയാണെന്ന് എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിവിടെ ഗോൾഡൻ ബ്യൂട്ടി പാർലറിലാണ് ഉള്ളത്. രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഒരാൾ കൂടി ഉണ്ട്. ഒരാൾ ഇപ്പൊ വന്നകത്തേക്ക് പോയിട്ടുണ്ട്. അമ്മ ഫസ്റ്റ് ശ്രുതി എത്തി, ഞാനെത്തി, അങ്ങനെ 3 പേരും 3 വിധമായിട്ട് വഴി കൂടെ എത്തിയത്. അപ്പൊ നമ്മളിന്ന് പറവൂരത്തെ ഗോൾഡൻ ഫാമിലി സലൂണിലും ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ടിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. നമ്മളുടെ ഇവിടെ പറവൂര് തന്നെ പെൻഡ പ്ലാസ, ഇവിടെ എല്ലാവർക്കും പറവൂർക്കൊക്കെ അറിയാൻ പറ്റും, ഒരു മെയിൻ കോംപ്ലക്സ് ആണിത്. അവിടെ ആയിട്ട് യൂണിവേഴ്സൽ മൊബൈലിന്റെ ഷോപ്പ്, പറവൂര് പോണ എല്ലാവരും ഈ ഭാഗം പോണ, പറവൂരല്ലാത്തവര് പോലും അറിയാൻ പറ്റും ഈ ഭാഗം. നമ്മുടെ ബോയ്സ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഷോപ്പ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ വന്നിട്ട് നമ്മളിതുപോലെ ഒരു തവണ വന്നിട്ട് നമുക്ക് അതിന്റെ വീഡിയോ ഇടാനുള്ള സാഹചര്യം നമുക്ക് പറ്റിയില്ലായിരുന്നു. അത് എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. നമ്മളിപ്പോ വന്നിട്ട് നമ്മളിപ്പോ ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോണേ നമുക്ക് തന്നെ അറിയാൻ പാടില്ല ശരിക്കും. അതെ, ചേച്ചി പറയണുണ്ടായിരുന്നു നമുക്ക് ഇത് ചെയ്യാല്ലേ എന്നൊക്കെ. എനിക്ക് എന്തായാലും ഇപ്പൊ ഇരിക്കൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം. ഒരു കല്യാണം വേണ്ടിട്ട് ചേച്ചിക്കുണ്ട്, ചേച്ചിനെ ത്രെഡ് ചെയ്യാനായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. എന്താന്ന് വെച്ചാ പിന്നെ നമുക്ക് അത് കയറിയിട്ട് എന്താണെന്ന് തീരുമാനിക്കാം. ഞാൻ അവിടെ ചെല്ലുമ്പോ വേറെ ചെയ്യുമ്പോ നിങ്ങൾ ചോദിക്കരുത്, തക്കൂതൊന്നും ചെയ്യണില്ലെന്ന് പറഞ്ഞിട്ട് തക്കുള്ള ചെയ്യണമെന്ന് പറയരുത് കേട്ടോ. ചകത്ത് ചെയ്യുമ്പോ അവരെന്തെങ്കിലും ചെയ്ത് തരുമ്പോ ഞങ്ങൾ ചെയ്യുമല്ലോ. അതെ, അപ്പൊ നമുക്ക് വേഗം അകത്തോട്ട് പോയാലും അകത്തത് അമ്മ അവിടെ ഉണ്ട്, ആ ചേച്ചിമാരും ഉണ്ട്. ചേച്ചിമാരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണിരുന്നു. നമ്മളെ നോക്കിയിരിക്കുന്നു. വേഗം അകത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് കേട്ടോ, ഗോൾഡൻ ബ്യൂട്ടി പാർലർ ആൻഡ് വെൽനസ് ക്ലിനിക്ക്. അവിടെയാണ് ഇത്. ഇത്തിരി ഇവിടെ ആദ്യം തുടങ്ങിയത് ഫസ്റ്റത്തെ അല്ല, നമ്മൾ ആദ്യം വീഡിയോ എടുത്ത സ്ഥലം വേറെയാണ്. ഇപ്പോഴത്തെ ആദ്യത്തെ ഇതാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത സ്ഥലം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം, എനിക്ക് രോമാഞ്ചഭരിതമാവും. ഗോൾഡൻ ഫാമിലി സലൂണിന് എഴുതിയ സ്ഥലമുണ്ടാ ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ എന്നാലും ചേച്ചി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്ത്. എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയ സ്ഥലം. അപ്പൊ നമുക്ക് പാർലറിലോട്ട് കയറിയല്ല. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോ കസ്റ്റമർ ഉണ്ടായി, രണ്ടാമത്തെ പ്രാവശ്യം പാട്ടുണ്ടായി. അപ്പൊ നമുക്ക് പാട്ടൊന്നുമില്ല. നമുക്കിപ്പോ ഞങ്ങൾ അവിടെ റെഡിയാക്കി നിർത്തിയേക്കേണ്ട കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കയറാം. അമ്മനെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അമ്മനെ ഇൻട്രോല് അമ്മനെ കൂട്ടില്ല, അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ ഇൻട്രോല് കൊണ്ടാട്ടത്തില് ഞാൻ ഇൻട്രോല് വരാറില്ലല്ലോ. അപ്പൊ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇടിച്ചു കയറി. അപ്പൊ നമ്മുടെ പാർലറിലെ ചേച്ചിമാര് ഇതാണ്ട. ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ വന്ന് ഫേഷ്യലൊക്കെ ചെയ്തല്ലേ, അന്ന് പഴയതിലായിരുന്നു, പഴയ പാർലറിലായിരുന്നു അന്ന് വന്ന്. അവിടെ അമ്മി പോകുന്ന വീഡിയോ ഒക്കെ എടുത്തൊക്കെ പോയതായിരുന്നു ഇതൊക്കെ. പക്ഷെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണെന്നൊക്കെ പിന്നെ പറയണ്ട. ഇപ്പൊ നമ്മ വന്നേക്കണേണ്. നമുക്ക് രണ്ടുപേരെയും പരിചയപ്പെടാം. ഞാൻ മഞ്ജു, മെയിനായിട്ട് നമ്മളുടെ ഇവിടെ ഹെർബൽ ട്രീറ്റ്മെന്റ്, എല്ലാ സർവീസും ഹെർബലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളാണ് നമ്മുടെ മുടിയുടെ പ്രശ്നം. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഹെയറിൻ്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റീം ബാത്ത്,
ഡീറ്റോക്സ് കെമിക്കൽസ് പുറത്തേക്ക് അത് ചെയ്യുമ്പോൾ അറിയാം, ഓരോന്നോരോ ചെയ്യുമ്പോഴല്ലേ അറിയാൻ പറ്റില്ല, ഇങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മെയിനായിട്ട് ഇപ്പം കൊടുക്കാൻ പോണത്, അമ്മയ്ക്ക് കൊടുക്കാൻ പോണത് എന്തായാലും സ്റ്റീം ബാത്താണ്. സ്റ്റീം ബാത്ത് കൊടുക്കി ഓടി 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 അവശരായിട്ട് നടക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞ ഒരു റിലാക്സേഷൻ ആണ്, ഫുൾ ബോഡി റിലാക്സേഷൻ തന്നെ പറയാം. ആദ്യം തന്നെ സ്റ്റീം ബാത്ത് കൊടുക്കാം, പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ചെയ്യണേന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇവര് ചെയ്യുമ്പോ നമുക്ക് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ കുറെ പറവൂരുള്ള കുറെ പേർക്കെങ്കിലും അറിയാൻ പറ്റും. നമ്മുടെ ഈ പാർലർ, ഗോൾഡൻ ബ്യൂട്ടി പാർലർ കുറെ പേരൊക്കെ വരാറുണ്ട്. ഞങ്ങൾ കുറെ പേരുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പാർലറുള്ളതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയാം സ്വന്തക്കാരും കൂടിയായിരുന്നു. എല്ലാവരും സ്വന്തക്കാര് തന്നെ, പ്രത്യേകിച്ച് സ്വന്തക്കാരെന്നല്ല, എല്ലാവരും നമ്മുടെ കുടുംബം തന്നെ. ഇത് എന്റെ അമ്മായിയുടെ ആങ്ങളുടെ മക്കളും കൂടിയാണ്. ഒരു 3 മക്കളാണ്, ഒരാണ് 2 പെണ്ണും. മഞ്ജു രഞ്ജുവിന് ഞാൻ കുഞ്ഞിലടങ്ങി അറിയുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കയറാലോ. നമുക്ക് എന്താണ് ചെയ്യാൻ പോണേന്ന് എന്താ ഡീറ്റെയിൽസ് കാണാം. അങ്ങനെ നമ്മളിത് ആദ്യം തന്നെ ഹെർബൽ പ്രോട്ടീൻ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോണത്. ഇതാണെങ്കിൽ നമ്മളുടെ തലയിലുണ്ടാകുന്ന താരൻ, മുടി കൊഴിച്ചിൽ, ഹെയർ ഗ്രോത്ത്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഇതിന് നല്ല റിസൾട്ടാണെന്ന് ചേച്ചിയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അത്രയും വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ തലയിലാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം ഹെർബലാണ്, അതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുമെന്ന് പേടിക്കാൻ വേണ്ട. പിന്നെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ ട്രീറ്റ്മെൻറ്റ് പോലെയൊന്നുമല്ല, നമുക്കൊരു സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഫേഷ്യലും പിന്നെ ടാൻ റിമൂവലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ ഹെന്നയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അതേ വന്നിട്ട് അമ്മയുടെ താരൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നിട്ട് എൻ്റെ തരം നോക്കിയപ്പോൾ എൻ്റെ തരം അതിലും വലിയ താരൻ. അപ്പം അതും ചെയ്യണേ. താരൻ്റെ എന്ന് പറഞ്ഞാൽ വേണ്ടല്ല, ഇത്രയും നേരം ഇരിക്കാത്ത ആൾ എവിടെ ഇരിക്കണേ നോക്കി ഈ ചെറിയ ചാടിക്കറി ഇരിക്കുന്നു. അതെ, നല്ലോണം താരനുണ്ട്, താടിയിലേക്കൊക്കെ ഉണ്ട്. അപ്പൊ താരന്ന് കേട്ടപാടെ അതെ. അതെ, ഞങ്ങൾ അടുത്ത പരിപാടിക്ക് വന്നേക്കെ ഡീടോക്സ് ആണ് ചെയ്യണത്. അമ്മ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്തത് അവിടെ മെഷീനൊക്കെ ഉണ്ട്, സെറ്റാക്കി എടുത്തേക്കാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കെമിക്കൽസും ഈ വെള്ളത്തിൽ ഉണ്ടാവും എന്നാണ് പറയണത്. ഇനി ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും, ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന വെള്ളമാണ്, ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പോകുമെന്നാണ് പറയണത്. അപ്പൊ നമുക്കിനി ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്താന്ന് നോക്കാം. അതെ, അത് കഴിഞ്ഞ് റിലാക്സ് ഒക്കെ ചെയ്ത് ഇച്ചിരി ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവം ഇതിന്റെ കളർ നോക്കി നേരത്തെ നല്ല വെളുത്തിരുന്ന വെള്ളം വരുന്നു, ഇപ്പൊ കളർ. അതായത് നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഉള്ള ഓരോരോ ചെറിയ ചെറിയ പോരായ്മകളാണ് ഇതിൻ്റെ അകത്ത് കാണണം നമ്മളപ്പം. അപ്പോൾ സംഭവം ഇത് ഡീടോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള കെമിക്കൽസ് എല്ലാം കളയാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ കളർ, ഇപ്പം അമ്മയുടെ ഒരു കളറായിരുന്നു, അതിനുള്ള എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു ഇവിടുത്തെ. അപ്പോൾ അത് ഓരോ ബോഡി പാർട്സിനും ഓരോ ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ പറഞ്ഞു തരും ഇവിടെ ഏത് കളറാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? ഒരു ചെറിയ വൈബ്രേഷൻ പോലെയൊക്കെ തോന്നിയെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. ഇപ്പൊ ആ വെള്ളം കളഞ്ഞു. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞല്ലേ? ചെറിയ രീതിയിലുള്ളത്. അപ്പൊ ഇതിനേലും ഡാർക്ക് ആയിട്ടുള്ള കളറുകളും ഒരുപാട് പേർക്ക് വരാറുണ്ടെന്ന് പറഞ്ഞ്, എന്നാലും കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മുടെ സ്കിന്നിനായാലും ബോഡിക്കായാലും ഇത് നല്ലതാണ്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അതെ, നമ്മള് സ്റ്റീം ബാത്തിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ആണെങ്കിൽ ഓണക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡിയൊക്കെ ഫുള്ള് തകർന്നരിപ്പണമായിട്ടിരിക്കണം. അപ്പൊ ഒരു ഉഴിച്ചില് പോലെ പറ്റും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പുഴുങ്ങിയെടുക്കാന്നൊക്കെ തമാശക്കമ്മ പറഞ്ഞു. അപ്പൊ അതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിനും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ. ടെൻഷനായിരുന്നു, പക്ഷെ ഇത്തിരി കഴിഞ്ഞിട്ടത് മാറിയട്ടെ. അതെ, പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ശരിക്കും ഇത് ഞങ്ങളാരും ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, അമ്മക്കാണ് അത് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്ന് വെച്ചത്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇനി ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിന്റെ ഉള്ളിലാണ് സ്റ്റീം നമ്മൾ ആവി ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കണ ആ ഒരു സംഭവമാണ് ഇത്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി കേൾക്കാൻ ബാക്കി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളിത് പെഡിക്യൂർ തെറാപ്പി ചെയ്യണ്ട. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളുടെ കാലിൽ നമ്മൾ നോർമലി പെഡിക്യൂർ ചെയ്യുമല്ലോ, അതിന്റെ തന്നെ കുറച്ചുകൂടെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് സ്കിന്നിന്റെയും കൂടെ ഒരു ട്രീറ്റ്മെന്റ് ആണത് അല്ലേ? വീഡിയോ മനസ്സിലായി ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം. ഇതിപ്പോ ആദ്യത്തത് ഓയിൽ മസാജ് ആയിട്ടാ ചെയ്യണത്. അപ്പൊ കാലിനൊരു മസാജും ഓയിലും ഉപയോഗിച്ചിട്ട്, ഹെർബൽ ആണല്ലോ ഇവിടെ ഫുൾ, എല്ലാം ഹെർബൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട്
ആ ഒരു മസാജാണ് ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പെഡിക്യൂറിന്റെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ, അപ്പൊ നോക്കിയ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞു സെറ്റായിട്ട് നിൽക്കട്ടെ. മാറി അതെ, മുടിയൊക്കെ ചെയ്ത് ആ ഹെയർ ഒക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്ത് അമ്മയൊക്കെ സെറ്റായിട്ട് നിൽക്കണ്ട. എന്താണ് അമ്മ എങ്ങനെയുണ്ട്? താരനൊക്കെ പോയാ? താരനൊക്കെ പോയി തലക്കും നല്ലൊരു പക്ഷേ താരൻ ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നല്ലേ, നമ്മളറിഞ്ഞിട്ടുണ്ടായില്ല. അതാണ് ഒരു വേറെ മെയിൻ ഹൈലൈറ്റ്. അതിന്റെ ക്യാബിൽ ഞാൻ കയറി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണിന് നല്ല ഉത്സാഹമായി. അല്ലെങ്കിൽ എന്ത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു, അടിപൊളിയാണ്. താരെന്ന് പറയുമ്പോ ഓടിച്ചാടി കയറിയിരിക്കണം തമ്മിലോട്ട്. നിലയിലൊക്കെ നന്നായിട്ട് താരനുണ്ടായിട്ടാ. എന്റെ നിലയിലുണ്ടായിരുന്നു. താരൻ ഇങ്ങനെ കളഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഈ മസാജ് ഒക്കെ തരില്ലേ, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി പോകും. അത്രയും നല്ല സുഖമായിട്ട്. അതും പിന്നെ ഹെർബൽ ആണല്ലേ ചെല്ലാൻ. തീർച്ചയായിട്ടും വിശദ വിവരമൊക്കെ പറയട്ടെ. ഞങ്ങൾക്ക് അത്ര ഇതായിട്ട് പറയാനാണ് ചെയ്ത് നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അതെ, അത് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഹെർബൽ സർവീസ് ആണ്. അതായത് ഇപ്പം ഡാൻഡ്രഫ് മാത്രല്ല, ഒരു കംപ്ലീറ്റ് ഹെയർ പ്രോബ്ലം സൊല്യൂഷൻ ആയിട്ടാണ് അതായത് നമുക്കിപ്പോ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ചെയ്തെങ്കിലും അതൊരു കംപ്ലീറ്റ് ഹെയർ പ്രോബ്ലം സൊല്യൂഷൻ. ഇനി ഓരോ ദിവസം ചെല്ലുന്നോറും നിങ്ങൾക്ക് നമ്മുടെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാം. ഗ്രോത്ത് വരും, അതുപോലെ മുടി കൊഴിച്ചിൽ നിൽക്കും. അങ്ങനെയുള്ള റിസൾട്ടാണ് ഇതിനുള്ളത്. ഇപ്പൊ ഡാൻഡ്രഫ് ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. ഇനി 1-2 ദിവസങ്ങളിൽ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത ഫേഷ്യലും ഇതെല്ലാനും ഹെർബൽ സർവീസ്. പിന്നെ അത് കൂടാണ്ട് നമ്മള് സ്റ്റീം ബാത്ത് എടുത്ത്, ഡീടോക്സ് എടുത്ത്, പിന്നെ നമുക്ക് ഹെന്ന ചെയ്ത് അതൊക്കെ ചെയ്ത് അപ്പൊ എല്ലാം സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഹെർബലാണ്. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ പ്രോട്ടീൻ ഹെന്ന എന്ന് പറയും. പച്ചമരുന്നുകൾ മാത്രം ചേർത്തിട്ട് നമുക്ക് ചെയ്യുന്ന നീർക്കെട്ടുള്ളവർക്കും അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സർവീസാണ്. അതുപോലെ നമ്മൾ ചെയ്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ ട്രീറ്റ്മെന്റിനെ പറ്റി ഒരുപാട് ചാനലിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ടും അറിയാൻ പറ്റും. പിന്നെ മുന്നൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എല്ലാവരുടെയും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും അമ്മയ്ക്ക് നേരത്തെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അത് എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഇവിടുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി കൂടി ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമ്മളോട് ചേച്ചിമാര് 2 പേരും സ്റ്റാഫും എല്ലാവരും ഗോൾഡൻ ബ്യൂട്ടി പാർലർ ഫാമിലി സലൂണും കൂടെ ആണ് ഇത്. ഇതിനകത്ത് ഫാമിലി ജെന്റ്സിനായാലും ലേഡീസിനായാലും കുട്ടികൾക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കില്ല. പറൂരൊക്കെ ഉള്ളവരും പിന്നെ അത്യാവശ്യം ദൂരം ഇല്ലെങ്കിലും സ്ഥലം കറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പെൻഡാപ്ലാസ കോംപ്ലക്സിന്റെ അവിടെ നമ്മൾ ആ കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ആരോട് ചോദിച്ചാലും മുനിസിപ്പാലിറ്റി അടുത്ത് തന്നെ മുനിസിപ്പൽ ജംഗ്ഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് പറയുകയാണെങ്കിൽ മുനിസിപ്പൽ ജംഗ്ഷൻ അല്ലെങ്കിൽ പെൻഡാപ്ലാസ എന്ന് പറയുന്ന കോംപ്ലക്സ് എല്ലാവർക്കും അറിയാൻ പറ്റും ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അതെ, പറഞ്ഞോ. അതെ, ഇപ്പൊ കൊറേ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി കഴിയില്ല. അതെ, അപ്പൊ ഇന്നത്തെ കൊച്ചു വിഷയങ്ങളുള്ള വീഡിയോ കഴിഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങൾ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ.